മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ്. ആദ്യം അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോഴത് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ്. പ്രസിദ്ധീകരണ അനുമതി ലഭിച്ചിട്ടില്ലാത്ത പുസ്തകത്തിന്റെ ഡിജിറ്റലും ഹാർഡ് കോപ്പികളും അനധികൃതമായി പ്രചരിക്കുന്നുവെന്ന പേരിൽ ഡൽഹി പോലീസ് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നാലെ പബ്ലിഷിംഗ് ഹൌസായ പെൻഗ്വിൻ റാൻഡം ഹൌസ് ഇന്ത്യയുടെയും നരവനെയുടെയും വിശദീകരണവും വന്നു. അതിന് രാഹുൽ ഗാന്ധി മറുപടിയും പറഞ്ഞു. ഇതോടുകൂടി വിവാദം കൂടുതൽ ചർച്ചയായിരിക്കുകയാണ്. ഈ വിവാദങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എം നരവനെയുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാൻ ശ്രമിച്ചിടത്തു നിന്നാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 2 നടന്ന ലോക്സഭാ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലായിരുന്നു അത്. ദോക്ലാം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് തെളിയിക്കുന്ന നരവനെയുടെ തന്നെ നേർസാക്ഷ്യമായിരുന്നു അദ്ദേഹം ഉയർത്താൻ ശ്രമിച്ചത്. എന്നാൽ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതിനാൽ അതിനെ ഉദ്ധരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. പാർലമെന്റിനുള്ളിൽ തടയപ്പെട്ടുവെങ്കിലും മാധ്യമങ്ങളും പ്രതിപക്ഷവും പുസ്തകത്തിൽ മുൻ കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചർച്ചയാക്കി. ഫെബ്രുവരി 4 പുസ്തകത്തിന്റെ ഒരു കോപ്പിയുമായി പാർലമെന്റ് വളപ്പിലെത്തിയ രാഹുൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞ് ചർച്ച സജീവമാക്കുകയും ചെയ്തു. അതങ്ങനെ തുടരവെയാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ കൈയെഴുത്തു പ്രതി ചോർന്നു എന്ന് പറഞ്ഞ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ അതെങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തി എന്നതിനെ ചൊല്ലിയും വിവാദങ്ങൾ പുകയുന്നുണ്ട്. തൊട്ടു പിന്നാലെ വിശദീകരണവുമായി പെൻഗ്വിൻ റാൻഡം ഹൌസ് ഇന്ത്യയും രംഗത്തു വന്നു. ഇതുവരെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും വിതരണാവകാശം തങ്ങൾക്കാണെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം നരവനെയും എക്സിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 10 മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി നരവനെയുടെ 2023 ഡിസംബറിലെ ട്വീറ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിവാദത്തോട് പ്രതികരിച്ചത്. തന്റെ പുസ്തകം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നരവനെ പങ്കുവച്ച ആ ട്വീറ്റിൽ പുസ്തകം ഇപ്പോൾ ലഭ്യമാണെന്നും ലിങ്ക് പിന്തുടരുക എന്നും കുറിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി തനിക്ക് പുസ്തകത്തിന്റെ പ്രസാധകരായ പെൻഗ്വിനേക്കാൾ നരവനെയാണ് വിശ്വാസമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇതുവരെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ലാത്ത പുസ്തകത്തിന്റെ കോപ്പികൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ് ഡൽഹി പോലീസ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിൽ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. പുസ്തകം അന്താരാഷ്ട്ര വിപണിയിലെത്തിയിട്ടുണ്ടെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന പെൻഗ്വിൻ ബുക്സിന്റെ വാദം പൊളിയുകയും ചെയ്തു. 2023 നരവനെയുടെ പുസ്തകം മുൻകൂറായി ബുക്ക് ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2024 ഏപ്രിലിൽ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. നിലവിൽ ആമസോണിൽ നിന്നും പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ലഭ്യമാണെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തെത്തുമ്പോൾ പുസ്തകം ലഭ്യമല്ല എന്നാണ് കാണിക്കുക. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവരുടെ ക്ലിയറൻസ് നടപടികളിൽ തീരുമാനമുണ്ടായിട്ടില്ലെന്ന് നേരത്തെ ഒരു സാഹിത്യോത്സവത്തിൽ നരവനെ പറഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ പുസ്തകങ്ങളിൽ അതീവ രഹസ്യമായ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുറപ്പിക്കാൻ സൂക്ഷ്മ പരിശോധന നടത്തുക എന്നത് പതിവ് രീതിയാണ്. 1950-ലും 54-ലും നിലവിൽ വന്ന സൈനിക നിയമങ്ങൾ അനുസരിച്ച് സൈനിക ഉദ്യോഗസ്ഥർക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. സർക്കാരിന്റെ അനുമതി നേടണമെന്നതാണ് ചട്ടം. ഈ നിയമത്തിന്റെ കീഴിൽ വിരമിച്ച ഉദ്യോഗസ്ഥർ വരില്ലെങ്കിലും 1923 ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അവർക്കും കർശന നിയന്ത്രണങ്ങളുണ്ട്.